السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം പ്രവാചക സ്നേഹം പ്രമാണത്തിലും മനഃശാസ്ത്രത്തിലും എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം കൊണ്ടാടപ്പെടുന്ന ഈ ശുഭമുഹൂർത്തങ്ങളിൽ പ്രവാചക സ്നേഹം എന്ന വിഷയം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകാംക്ഷയും ഏറെ പ്രതീക്ഷയുമുള്ള ഒരു വിഷയമാണ്. റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല തൻ്റെ മാതാപിതാക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാൾ, സ്വന്തത്തെക്കാൾ ഞാൻ അവനക്ക് ഏറ്റവും പ്രിയങ്കരനാവുന്നത് വരെ. ഈ ഹദീസ് ഏറ്റവും പ്രബലമായ പരമ്പരയിലൂടെ വന്ന ഹദീസാണ്. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹു മുസ്ലിമിലും മറ്റു പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് മഹബ്ബത്തിൻ്റെ കാരണങ്ങൾ. അസ്ബാബുൽ മഹബ്ബത്തി അർബഅത്തുൻ. മഹബ്ബത്ത്, സ്നേഹത്തിന് അടിസ്ഥാനപരമായി 4 കാരണങ്ങളാണുള്ളത്. ഇന്നത്തെ ആധുനിക സൈക്കോളജിയും അത് പൂർണ്ണമായി സമ്മതിക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് പ്രത്യേകമായ സ്നേഹവും വിധേയത്വവും ഉണ്ടാവണമെങ്കിൽ 4 ഏതെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ 4 കാരണങ്ങളിൽ മുഴുവനും സംഗമിക്കുന്ന ഒരേ ഒരാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് കാണാം. അത് നമ്മുടെ അവകാശവാദമല്ല, മനഃശാസ്ത്രപരമായും നമുക്കത് തെളിയിക്കാൻ സാധിക്കുന്ന സത്യമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 4 സ്നേഹത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാമത്തേത് ഖറാബത്ത്, കുടുംബബന്ധം. കുടുംബബന്ധം, മാതാവിനോടുള്ള നമ്മുടെ ബന്ധം, പിതാവിനോടുള്ള നമ്മുടെ സ്നേഹം, ഇതൊക്കെ രക്തബന്ധത്തിലൂടെ, കുടുംബബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ബന്ധമാണ്, സ്നേഹമാണ്. അതിൻ്റെ കാരണം, ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാന കാരണം രക്തബന്ധം, കുടുംബബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകനോട് നമുക്ക് എങ്ങനെ കുടുംബബന്ധം ഉണ്ടാവും എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കും. 4 കാരണങ്ങളും റസൂലുള്ളാഹിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയുമായി നമുക്ക് എങ്ങനെയാണ് കുടുംബബന്ധം എന്ന് ഒരു പക്ഷേ ആലോചിച്ചേക്കാം. അതിന് വിശുദ്ധ ഖുർആനിൻ്റെ നിരൂപണമുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. വിശുദ്ധ ഖുർആനിൽ കാണാം, പ്രവാചകൻ വിശ്വാസികളെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. പ്രവാചകരുടെ പത്നിമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്, മാതാക്കളാണ്. നമുക്കറിയാം, നബിയുടെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഖുർആനിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രവാചകന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാകുമ്പോൾ ആ ഉമ്മയുടെ ഭർത്താവ് നമ്മുടെ ഉപ്പയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മൗലിദിലും ഒക്കെ പാടാറുള്ളത്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, താങ്കളാണ് ഉമ്മ, താങ്കളാണ് ബാപ്പ, അതെല്ലാം പിതാവ് താങ്കളാണ്. അവർ 2 പേരിലും താങ്കളെക്കാൾ വലിയൊരു നന്മ ഞാൻ കണ്ടിട്ടില്ല നബിയെ. നമ്മൾ പാടുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. നമ്മുടെ ആത്മീയ പിതാവിൻ്റെ സ്ഥാനത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ. അപ്പൊ ഖറാബത്തിന്റെ പേരില്, ശാരീരിക കുടുംബ ബന്ധത്തിന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശാരീരികത്തിനേക്കാൾ വലുതാണ് മാനസികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള പിതാവാകുക എന്നുള്ളത്. ആ സ്ഥാനത്ത് റസൂലുള്ളാഹി വരുമ്പോൾ ഖറാബത്ത് കൊണ്ടും ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്.
മറ്റൊരു കാരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു ഹുസ്നുൽ ലാഹിർ, പ്രത്യക്ഷത്തിലുള്ള ഭംഗി, പ്രത്യക്ഷ ഭംഗി, കാണാൻ അഴകുണ്ടാവുന്നവരോട് സ്വാഭാവികമായിട്ടൊരു സാമീപ്യം, ഒരു അടുപ്പം, ഒരു വിധേയത്വം, ഒരിഷ്ടം മനുഷ്യ സഹജമാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ ഭംഗിയുടെ കാര്യത്തിൽ ഉള്ള സ്നേഹമാണെങ്കിലും അതുകൊണ്ടും ഏറ്റവും അർഹതപ്പെട്ടത് ഒന്നാമതായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും സുന്ദരൻ റസൂലുള്ളയാണ്. ഏറ്റവും പ്രസന്നവദനായി റസൂലുള്ളയെ കാണപ്പെട്ടാൽ അവിടെ വിളക്കിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ മൗലിദിൽ പാടാറുണ്ടല്ലോ, നമ്മൾ മൗലിദിൽ പാടാറുള്ള വരികളാണ് ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. അർത്ഥം വിവരിക്കേണ്ടതില്ല, ആശയം ഗ്രാഹ്യമാണ്. അപ്പോൾ ഒരു വീട്ടിൽ നബി താമസിച്ച അവിടെ വിളക്കിൻ്റെ ആവശ്യമില്ല. ആയിഷ ബീവി പറയുന്നുണ്ട്, ഇരുടടഞ്ഞ രാത്രിയിലും എനിക്ക് സൂചിപ്പഴുതിലൂടെ നൂല് കോർക്കാൻ റസൂലുള്ള ഉണ്ടെങ്കിൽ എനിക്കത് വെളിച്ചമായിരുന്നു എന്ന് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, ഞാൻ കൂരിട്ട രാത്രിയിൽ റസൂലുള്ളയുടെ പ്രകാശം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 14-ാം രാവിൽ പൗർണമി പ്രഭ വിതറുമ്പോൾ ആ പൂർണ്ണചന്ദ്രനിലേക്കും റസൂലുള്ളയിലേക്കും ഞാൻ മാറി മാറി നോക്കുമ്പോൾ റസൂലുള്ളാന്റെ വദനം ചന്ദ്രനേക്കാൾ പ്രകാശ പ്രശോഭിതമായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള ഭംഗിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഒന്നാം സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകസുന്ദരൻ യൂസുഫ് അലി ഇസ്ലാമിനേക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. ആ സൗന്ദര്യം എല്ലാവർക്കും അത് ബോധ്യപ്പെടണമെന്നില്ല. കാരണം റസൂലുള്ള ശത്രുക്കളുടെ മുന്നിൽ വലിയ ഭയം ജനിപ്പിക്കുന്ന ഒരു ഗാംഭീര്യമുണ്ടെങ്കിൽ മിത്രങ്ങളുടെ മുന്നിൽ സൗമ്യ സ്വരൂപനും ശാന്തശീലനും സുന്ദരനുമായി അനുഭവപ്പെട്ടിരിക്കുന്നു. റസൂലുള്ള തന്നെ പറഞ്ഞിട്ട് അഖി യൂസുഫു അർമദു വ അന അഹ്മറു, എൻ്റെ സഹോദരൻ യൂസുഫ് ചാരനിറക്കാരനാണ്, ഞാൻ ചുവന്ന നിറത്തിനോട് സാദൃശ്യമുള്ളവനാണ്. അപ്പോൾ ചാരനിറത്തേക്കാൾ കാണാൻ ഭംഗി ചുവന്ന നിറത്തിനാണ്. റസൂലുള്ളാഹിന്റെ നിറം തന്നെ ചുവപ്പും വെളുപ്പും കലർന്ന നിറമാണെന്ന് നമ്മൾ ചെറുപ്പകാലത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിലും ഒന്നാമതായി ലോകത്ത് സ്നേഹിക്കപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. മൂന്നാമത്തെ കാരണം ഇഹ്സാൻ, നന്മ ചെയ്യുക. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടാവുന്നതിന് കാരണം ഇയാൾക്ക് വേണ്ടി നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതൊക്കെ മനഃശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ ആഖിറത്തിൽ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. റസൂലുള്ളാഹി ഹദീസ് പറയുന്നുണ്ട്, ഈയാമ്പറ്റകൾ തീനാളങ്ങളിലേക്ക് വന്ന് പതിച്ച് കരിഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾ ഓടി വന്ന് നരകക്കുണ്ടിലേക്ക് വീഴാനൊരുങ്ങുമ്പോൾ നിങ്ങൾ അവിടെ നാട്ടി സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി പറഞ്ഞത് നമുക്ക് ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ നന്മ മറ്റൊരാളും നമുക്ക് ചെയ്തു തന്നിട്ടില്ല, ഇനി ചെയ്തു തരാനുമില്ല. അപ്പോൾ നന്മ ചെയ്തതിൻ്റെ പേരിൽ നാം വിധേയത്വം കാണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും അർഹൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, മൂന്നാമതായി കാരണം പറയുന്ന സ്നേഹത്തിന്റെ കാരണം ഖമാലുൽ ബാത്തിൻ, ആന്തരികമായുള്ള നാലാമതായി പറഞ്ഞ കാരണം ഖമാലുൽ ബാത്തിൻ, ആന്തരികമായുള്ള പൂർണ്ണത. ആന്തരികമായുള്ള പൂർണ്ണത അതായത് വൈജ്ഞാനികമായി വ്യക്തി വിശുദ്ധിയുടെ ഫലമായി വ്യക്തി സമ്പൂർണതയുടെ ഫലമായി ഒരാളോട് നമുക്ക് ബഹുമാനവും ആദരവും സ്നേഹവും തോന്നും. സ്വാഭാവികമാണ്, മനഃശാസ്ത്രപരമാണ്. എന്നാൽ പ്രമാണങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ആന്തരിക പൂർണ്ണമായ വ്യക്തി ഉണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അൽ ഇൻസാനുൽ കാമിലു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സമ്പൂർണ്ണ വ്യക്തി. എല്ലാ രംഗങ്ങളിലും സമ്പൂർണനായ ഒരു മനുഷ്യനെ കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. മറ്റേതൊരു മനുഷ്യനും ഏതെങ്കിലും വിധത്തിൽ വലിയ മികവുണ്ടെങ്കിലും മറ്റേതെങ്കിലും പോരായ്മകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പോരായ്മ കാണാൻ പറ്റാത്ത, മികവ് മാത്രം സമ്പൂർണതയിലെത്തിയിരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
അത് വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ജീവിത വിശുദ്ധിയുടെ വിഷയത്തിലാണെങ്കിലും ഏറ്റവും മാതൃകാപരമായുള്ള ജീവിത രീതിയുടെ കാര്യത്തിലാണെങ്കിലും ചിട്ടയുടെയും വെടിപ്പിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഒക്കെ പേരിലാണെങ്കിലും സമ്പൂർണ്ണ ആന്തരിക സമ്പൂർണ്ണൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് കാണാം. വിജ്ഞാനത്തിൻ്റെ കാര്യം എടുത്തു നോക്കാം. ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും സർവ്വ വിജ്ഞാനീയങ്ങളും എനിക്ക് നൽകപ്പെട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, മറ്റൊരു ഹദീസ് കാണാം. ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണ്, അലി അതിലേക്കുള്ള കവാടമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പട്ടണം, വിജ്ഞാനത്തിൻ്റെ സാഗരം എല്ലാം റസൂലുള്ളയാണെന്ന് വരുമ്പോൾ വൈജ്ഞാനികമായ സമ്പൂർണതയ്ക്ക് ഇതിൽ പരം തെളിവുകൾ വേറെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിലെ ആ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്വഭാവത്തിൻ്റെ കാര്യമാണെങ്കിലും ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ മേലാകുന്നു. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് ഐഷ ബീവി പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വഭാവത്തിൻ്റെ പേരിലായാലും വൈജ്ഞാനികത്തിൻ്റെ പേരിലായാലും ആത്മീയതയുടെ പേരിലായാലും ഒക്കെ ഒരു വ്യക്തിയിലുണ്ടാവേണ്ട സമ്പൂർണമായ നന്മകൾ, കമാലുൽ ബാത്തിൻ, ആന്തരികമായ പൂർണ്ണത, അത് സമ്പൂർണമായി സമന്വയിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സ്നേഹം, ഇഷ്ടം തോന്നാനുള്ള അടിസ്ഥാനപരമായുള്ള 4 കാരണങ്ങളും ഒരേ സമയം സമഞ്ജസമായി സമന്വയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും കാരണങ്ങളൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ മറ്റു പലരോടും നമുക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ചില കാരണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 4 കാരണങ്ങളും ഒരേ ഒരു വ്യക്തിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ സ്നേഹിക്കപ്പെടാൻ ഈ ലോകത്ത് ഏറ്റവും അർഹൻ അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്നേഹിക്കപ്പെടുന്നവര് പ്രകീർത്തിക്കപ്പെടും, അതും ഒരു മനഃശാസ്ത്രമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ റബീഉൽ അവ്വൽ സമാഗതമാകുന്നതോടെ റസൂലുള്ളാഹിനെ അനുസ്മരിക്കുകയും റസൂലുള്ളാഹിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുകയും പാടിപ്പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം റസൂലുള്ളാഹിയെ അത്രമേൽ ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ വാഴ്ത്തപ്പെടും, അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. വാഴ്ത്തപ്പെടുന്നവരാരോ അവരെ വാഴ്ത്തുന്നവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് പ്രകീർത്തനം, അതുപോലെ മദ്ഹ് പറയുക, പാടുക എന്നുള്ളതൊക്കെ. അതിനൊക്കെ റസൂലുള്ള പ്രോത്സാഹിപ്പിച്ചത് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു വാട്സപ്പ് വോയിസ് ആയതുകൊണ്ട് തന്നെ പരിധിയും പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ സംസാരം അധികം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൂസ മാഹിരി, ഇക്ബാൽ ദർസി, അതുപോലുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റബീഇൻ്റെ വസന്തം, ആത്മീയ വെളിച്ചം നമ്മുടെ മനസ്സിൽ മരണം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. റസൂലുള്ളാഹിയോടുള്ള അതിരറ്റ പ്രേമത്താൽ, സ്നേഹത്താൽ നമ്മുടെ ജീവിതം അള്ളാഹു സഫലമാക്കി തരട്ടെ. റസൂലുള്ളാഹിൻ്റെ ചാരത്ത് നാളെ സ്വർഗ്ഗലോകത്ത് സംഗമിക്കാനും ആ തിരുകരങ്ങളിൽ നിന്ന് ഹൗളുൽ കൗസർ വാങ്ങിക്കുടിച്ച് ആത്മീയ സായുജ്യമടയാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. ജീവിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിയെ പലതവണ സന്ദർശിക്കാനും ആ തിരുസന്നിധ്യത്തിൽ വെച്ച് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനും റസൂലുള്ളാഹിൻ്റെ തിരുകരങ്ങൾ ആഖിറത്തിൽ വെച്ച് കടാക്ഷിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സംസാരവും നമ്മുടെ കേൾവിയും നമ്മുടെ ഇടപെടലും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു പുണ്യകർമ്മങ്ങളാക്കി നാളെ പാരത്രിക ലോകത്തേക്ക് മുതൽക്കൂട്ടാക്കി മാറ്റട്ടെ. നമ്മുടെ ഇവിടെ പറഞ്ഞതും കേട്ടതും അള്ളാഹു സൽക്കർമ്മമാക്കി കബൂലാക്കട്ടെ. ഇത് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ നമുക്കൊരു ഉത്തേജനമാക്കി തീർക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.